മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കലാപരിപാടികൾ ശ്രദ്ധേയമായി. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ സി കുഞ്ഞാമത് ഹാജി പാലക്കി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ദിവസത്തിന് നമുക്ക് ഒറ്റ വാക്കിൽ ഞാൻ നിർത്തിക്കോളാം. മുമ്പേ പറഞ്ഞാന്ന് നഴ്സുമാരാണെങ്കിലും രോഗികൾക്ക് സേവനം ചെയ്യുന്നവർ തന്നെയാണ് എല്ലാവരും ഇവിടെയുള്ളത്. നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്ന് നരകത്തിൽ പോകണമെന്ന് ഇന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം രോഗികൾക്ക് വേണ്ടുന്ന സേവനം ആത്മാർത്ഥതയോട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാം. അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് നിങ്ങൾ കളിക്കുന്നെങ്കിൽ ഡയറക്റ്റ് നരകത്തിലും പോവാം. അത് ഇന്ന് നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ തീരുമാനിക്കാനുള്ള ഒരു അവസരമുണ്ട്. കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. ഡയറക്ടർ ഖാലിദ് സി പാലക്കി സ്വാഗതം പറഞ്ഞു. ഡോക്ടർ കെ കുഞ്ഞാമത്, സി കെ ഷഹൽ, ഡോക്ടർ ഷാനവാസ്, ഡോക്ടർ നാസർ സി പാലക്കി, ഡോക്ടർ ബഷീർ അബ്ദുള്ള, ഡോക്ടർ മുഹമ്മദ് ഫജാസ്, ഡോക്ടർ ഹയാഷ് റഹാൻ, ഡോക്ടർ ഫർഹാൻ ബുഗാരി, പ്രിൻസിപ്പൽ മറിയക്കുട്ടി, സ്റ്റാഫ്, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. മൻസൂർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ഒരു മലയാളിയുടെ ഏറ്റവും വലിയ ഉത്സവം, നമ്മൾ ദേശീയോത്സവം എന്നാണ് അറിയപ്പെടുക. പണ്ടുള്ളവർ പറയും കാണം മുറ്റും വിറ്റും ഓണം ഉണ്ണണം. അതിൻ്റെ അർത്ഥം ഓണം ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. ഓണത്തിൻ്റെ ആഘോഷം എന്ന് പറയുമ്പോഴേ നമുക്ക് മറ്റ് പല ആഘോഷങ്ങളും ഫെസ്റ്റിവലും നമ്മൾ പറയുമ്പോഴേ അത് ഇപ്പോൾ വിഷു ആയാലും ശരി, പെരുന്നാളായാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, അതെല്ലാം നമ്മൾ പറയുമ്പം ഒരു വിഭാഗത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഒരു ആഘോഷമാണ്. നമ്മളെല്ലാം ആഘോഷിക്കുമെങ്കിലും അത് വിഭാവനം ചെയ്യുന്നത് ഒരു വിഭാഗത്തെയാണ്. പക്ഷേ ഓണം അങ്ങനെയല്ല. ഓണം നമ്മളെ ദേശീയോത്സവമാണ്. അതിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണം. നമുക്കെല്ലാവർക്കും അറിയാം. കായിക മത്സരങ്ങൾ ശ്രദ്ധേയമായി. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ വർണ്ണാഭമായി. ആദരിക്കൽ പരിപാടിയും സംഘടിപ്പിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.